ചെമ്പഴന്തി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറേ അധ്യാപകർ ചൈന കാണാൻ പോയി. ഒരു ചൈനീസ് സന്ദർശനം, 2 ആഴ്ചത്തെ സന്ദർശനം. അങ്ങനെ ചൈനയുടെ പല ഭാഗങ്ങളും കണ്ടു. ബുള്ളറ്റ് ട്രെയിൻ കണ്ടു, ഇലക്ട്രിക് ട്രെയിൻ കണ്ടു, പിന്നെ ഷാങ്ഹായ് പട്ടണത്തിലുള്ള പ്രാധാന്യങ്ങളെല്ലാം കണ്ടു. മാവോ സേതുങ്ങിൻ്റെ ശവകുടീരം കണ്ടു, പിന്നെ റെഡ് സ്ക്വയർ കണ്ടു. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞു. അവസാനം ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ കയറി ഭക്ഷണമെല്ലാം കഴിച്ചു. എല്ലാം ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൂടെയുള്ള കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ചൈനീസ് ഭക്ഷണം കഴിക്കണമെന്ന് അവർക്കൊരു മോഹം. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ചൈനീസ് ഭക്ഷണം കിട്ടുന്നത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത പല ആളുകളും ശ്രദ്ധിക്കില്ല. ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ട ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബിയർ ഫ്രീയാണ്. എല്ലാ ടേബിളിലും ബിയർ വെച്ചിരിക്കും. ഇഷ്ടംപോലെ ബിയർ എടുത്ത് കഴിക്കാം. ഒരാൾക്ക് ഒരു കുപ്പി ഫ്രീ ആണ് ഇത്. പക്ഷേ അങ്ങനെ ഒരു വെയിറ്റർ വന്ന് ഓർഡർ കൊടുക്കുമ്പോൾ അയാൾ എന്തെല്ലാം ഐറ്റംസ് ചോദിച്ചു. പിന്നെ അയാൾ പറഞ്ഞ് ഡക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ അത് മതി, ഡക്ക് ബിരിയാണി മതി, എല്ലാവരും ഡക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഡക്ക് ബിരിയാണി എല്ലാം കഴിച്ചു. പക്ഷേ ഈ ഹോട്ടലിൻ്റെ സൈഡ് ചേർന്ന് ഗ്ലാസ് ഇട്ട ഫ്രണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഇവരുടെ ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിൽ പച്ച മാംസങ്ങൾ വിൽക്കുന്ന ഒരു കടയെ ഫുള്ളി ബന്ധോബസ്തായ AC ഷോറൂമാണ്. ഇപ്പം നമ്മുടെ ചില പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ കൂടെ തന്നെ മട്ടൺ വെട്ടി വിൽക്കുന്ന കടകളുണ്ടാവും. അതേപോലെ ഇവിടെ അങ്ങനെ കാണും. ഇപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ പട്ടി ഇറച്ചി കണ്ടു. പട്ടിനെ വെട്ടി ഇങ്ങനെ നിരത്തി ടേബിളിൽ വെച്ചിരിക്കുക. പട്ടി ഇറച്ചി, പാമ്പിറച്ചി ഉണ്ട്, എല്ലാ ഇറച്ചിയുണ്ട്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ ബില്ലിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഡോഗ് ബിരിയാണി എന്ന്. അവരെല്ലാം ഡക്ക് ബിരിയാണി എന്ന് പറഞ്ഞ് കഴിച്ചു. പക്ഷേ ഈ ബില്ല് പേ ചെയ്യുന്ന ആൾ അത് രഹസ്യമായിട്ട് വെച്ച് പുറത്താരോട് പറഞ്ഞില്ല. പിന്നീടാണ് രഹസ്യം പുറത്തു വരുന്നത്. ഇത് കഴിച്ചത് ഡക്കല്ല, ഡോഗ് ബിരിയാണി. അവന് ചൈനീസ് ഭാഷയിൽ ഡക്ക് എന്നുള്ള ഡോഗിന് പകരം ഡക്ക് എന്ന് പറഞ്ഞാണ് പ്രൊനൗൺസ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ പറ്റിയൊരു അബദ്ധമാണത്.